ഇല്ലേടി? എന്നാടി 24 മണിക്കൂർ സംശയിച്ചോണ്ട് നടന്ന എങ്ങനെ സംഭവിക്കാനാ? അതിന് എന്റെ ആങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ തന്നെയാണ് പറയേണ്ടത്. എടി, ആണുങ്ങളെ നമ്മൾ വശീകരിച്ചെടുക്കണം. എങ്ങനെ? നീ എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ്? ഇച്ചായാന്ന്. ഇച്ചായ അതാണ്ട കിടക്കണം. അങ്ങനെയൊന്നും വരത്തില്ല അവന്മാര്. പിന്നെ ഏറ്റി വിളിക്കണം. എങ്ങനെയാ? ഇച്ചായ അങ്ങനെ വിളിക്കണം. എങ്ങനെ? ഇച്ചായ. അങ്ങ് കേറട്ട് മുകളിലേക്ക്. ഇച്ചായ. എന്റെ കൂടെ പറ. ഇച്ചായ. അത് കിട്ടണം, മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നീ എങ്ങനെ വിളിക്കും? കറവക്കാരനെ വിളി വരും. എടി, നിന്റെ ഭർത്താവിനെയാണോ നീ വിളിക്കുന്നത്? വശീകരിച്ച് വിളിക്കണോ? അപ്പൊ എങ്ങനെ വിളിക്കണം? അത് കിട്ടണം. ഈ രണ്ടെണ്ണം ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ റോസമ്മ ഇങ്ങനെയാണോ ചേട്ടാ നീട്ടി? എന്റെ ചേട്ടായിക്ക് അങ്ങനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാലം ഇറച്ചിയിൽ തീർന്നോളും. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്ത് പറയുമ്പോഴും നീട്ടണം. ഹലോ ബേബി. ഞാനൊരു പാട്ട് പാടട്ടെ? പാട്. എൻ ബേബി നിൻ ബേബി, നമ്മുടെ ബേബിക്ക് എന്തൊരു പേരിടും? അയ്യോ ബേബി, വേറെ ഒറിജിനൽ പാട്ട് വല്ലതും പാട്. ഞാൻ പിഴ. അയ്യോ ബേബി, അതെനിക്കറിയാം, വേറെ വല്ലതും പാട്. അല്ലേ ബേബി, പാട്ട് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ബേബിക്ക് എന്നെയാണോ അതോ ബേബിയുടെ വീട്ടുകാരാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് പിന്നെ ബേബി 60% എന്റെ വീട്ടുകാര്, ബാക്കി 30% ബേബി. 60, 30, 90. 60, 30, 90 അല്ലാന്നുള്ളൂ. അപ്പം ബാക്കി 10% ആര്? ബാക്കി 10%. ബേബി 60, 30, 90 അല്ലാന്നുള്ളൂ. ബാക്കി 10% ആര്? അയ്യോ ബേബി, 10% ആരുമില്ല, ഞാൻ കണക്കൂട്ടി തെറ്റിപ്പോയി. എനിക്ക് കുറെ നാളായിട്ട് സംശയം ഉണ്ട് നീ എന്നെ പറ്റിക്കാണോന്ന്. ഇപ്പൊ ഈ തറസിന്റെ മണ്ണെടുത്ത് ചാടും ഞാൻ. അയ്യോ ബേബി, ചാടും ചെയ്യില്ലേ? ഞാൻ ചോടൂന്ന് പറഞ്ഞ ചോടും ഞാൻ. എന്നാ നീ ചാറാ. അല്ല പിന്നെ കുറെ നേരം എടാ, ബാക്കി 10% എന്റെ കയ്യിലിരിപ്പോണ്ടാ. അത് ഞാൻ കിട്ടിയവന് കൊടുക്കും. ലെറ്റ്സ് ബ്രേക്കപ്പ്. അയ്യോ ബേബി, ഞാൻ ചുമ്മാ പറഞ്ഞ ഇതൊക്കെ ചേട്ടന്റെ കുറുമ്പാ ബേബി. എങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞിരുന്നു വരും. മാഡം ചോദിച്ചോളൂ. മാഡം ലോ കോളേജിൽ പഠിച്ചു എന്നൊക്കെ കേട്ടല്ലോ. അനാവശ്യം പറയുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഹൈസ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും ഹൈ കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ലോ കോളേജിൽ ലോ കോളേജിലൊക്കെ ഞാൻ. മാഡം നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ? എന്റെ മമ്മി പോലെ